വയനാട്ടിലേക്കാണ് ഇനി പോകുന്നത്. വയനാട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ വിദഗ്ധ സംഘം ആശുപത്രി സന്ദർശിക്കും. യുവതിയുടെയും നഴ്സുമാരുടെയും ആശുപത്രി അധികൃതരുടെയും മൊഴി രേഖപ്പെടുത്തും. ആശുപത്രി രേഖകൾ പരിശോധിച്ച് കൂടുതൽ നടപടികൾ സ്വീകരിക്കും. കഴിഞ്ഞ ദിവസമാണ് പ്രസവം കഴിഞ്ഞ യുവതിയുടെ വയറ്റിനുള്ളിൽ നിന്നും തുണി പുറത്ത് എടുത്തത്. വിവരങ്ങൾ അർജുൻ PS നൽകും. അർജുൻ, വളരെ ഗുരുതരമായ അനാസ്ഥയുടെ വിവരങ്ങളാണ് വയനാട് മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്ത് വന്നത്. എന്തായാലും ചികിത്സാ പിഴവിൽ വിദഗ്ധ സംഘം ആശുപത്രി സന്ദർശിക്കുമെന്ന് അറിയുന്നു. എപ്പോഴാണ് സന്ദർശനം? മറ്റു വിവരങ്ങൾ. വയനാട് മെഡിക്കൽ കോളേജിലെ ഗുരുതരമായ അനാസ്ഥയുടെ വിവരം ജനം TV കഴിഞ്ഞ ദിവസം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ച വാർത്തയാണ്. മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ ഇപ്പോൾ വിദഗ്ധ സംഘം ആശുപത്രി സന്ദർശിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. യുവതിയുടെയും നഴ്സുമാരുടെയും ആശുപത്രി അധികൃതരുടെയും മൊഴി രേഖപ്പെടുത്തും. നമ്മുടെ നമ്പർ 1 ആരോഗ്യ കേരളം എന്ന ഈ കൊട്ടിഘോഷിക്കലിന് തന്നെ വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ കേരളത്തിൽ തുടർക്കഥയാവുകയാണ്. ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് എന്നുള്ളത് എടുത്തു പറയാം. അർജുൻ PS ഉണ്ട്. അർജുൻ, വിദഗ്ധ സംഘത്തിന്റെ ആശുപത്രി സന്ദർശനം അത് എപ്പോഴാണ്? മറ്റു വിവരങ്ങൾ കൂടി. ഇന്ന് തന്നെ വിദഗ്ധ സംഘം ഈ മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി അടക്കം OR കേളു അടക്കം ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ തന്നെ ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഒരു ശ്രമം നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം നമുക്കുണ്ടായിരുന്നു. പിന്നീട് വാർത്ത ശക്തമായതോടുകൂടി കൂടുതൽ ആ രീതിയിൽ അന്വേഷണത്തിന് ആരോഗ്യവകുപ്പ് എന്തായാലും തയ്യാറായിട്ടുണ്ട്. DMO അടക്കമുള്ളവർ ഈ കേസ് എടുക്കുവാൻ വേണ്ടി ഇത്തരത്തിൽ ഈ പരിശോധന നടത്തുവാനുള്ള ഒരു ഉത്തരവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് വിദഗ്ധ സംഘം ഈ ആശുപത്രിയിലേക്ക് എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് വിദഗ്ധ സംഘം എത്തി ഈ മൊഴി രേഖപ്പെടുത്തും. അതായത് ഈ സ്ത്രീയുടെയും, അതായത് ഈ അനുഭവം അനുഭവിച്ച സ്ത്രീയുടെയും അതുപോലെ തന്നെ നേഴ്സുമാരുടെയും അവിടുത്തെ ഡോക്ടറുടെയും അടക്കം പിന്നീട് ആശുപത്രി അധികൃതരെ അടക്കം മൊഴിയെടുക്കാൻ ഉള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല അന്ന് യുവതി വന്ന ദിവസങ്ങളിലെ റെക്കോർഡുകൾ കൃത്യമായ രീതിയിൽ പരിശോധിക്കും, ആ രേഖകൾ പരിശോധിക്കും. അതിനുശേഷം വേണ്ട നടപടികൾ കൈക്കൊള്ളും എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തിനാൽ തന്നെയും വലിയ രീതിയിൽ നമ്മളെയൊക്കെ ഞെട്ടിച്ച ഒരു സംഭവമാണ് വയനാട് മെഡിക്കൽ കോളേജിൽ നടന്നത്. അതായത് പ്രസവം കഴിഞ്ഞ് 2.5 മാസത്തിന് ശേഷം യുവതിക്ക് വലിയ വേദന അനുഭവപ്പെടുന്നു. തുടർന്ന് ഡോക്ടറെ അടുത്ത് ചെന്നെങ്കിലും അത് സാരമില്ല എന്ന് പറഞ്ഞ് തിരിച്ചുവിടുകയും തുടർന്ന് കുറച്ചു നാളുകൾക്ക് ശേഷം 2.5 മാസത്തിന് ശേഷം യുവതിയുടെ ശരീരത്തിൽ നിന്നും തുണി പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അനാസ്ഥയാണ് വയനാട് മെഡിക്കൽ കോളേജിൽ നിന്നും ഉണ്ടായത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം എല്ലാ ഭാഗങ്ങളിലും ഉയർന്നു വന്നിരുന്നു. BJP അടക്കമുള്ള, കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇതിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഉയർത്തിയത്. ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണത്തിനുള്ള ഒരു ഉത്തരവ് DMOയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആരോഗ്യമന്ത്രിയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി ഈ യുവതിയെ വിളിക്കുകയും യുവതിയോട് ആ കാര്യങ്ങൾ തിരക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ നടപടിയെടുക്കാമെന്നുള്ള ഒരു ഉറപ്പ് നൽകുകയും ചെയ്തു. അതിനാൽ തന്നെയാണ് ഇന്ന് രാവിലെ അല്പസമയത്തിനകം തന്നെ വിദഗ്ധ സംഘം എത്തിച്ചേരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല മന്ത്രി OR കേളു അല്പസമയത്തിനകം തന്നെ ഏകദേശം ഒരു 12 മണിയോട് കൂടി ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ ഈ യുവതിയുടെ കാര്യം പറയാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്താണ് ഇവരുടെ നിലപാട് എന്നുള്ളത് വ്യക്തമാക്കാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ രാഗി പറഞ്ഞതുപോലെ തന്നെ പല തവണയായി ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിലും മറ്റ് ആശുപത്രികളുമായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോട് ഈ കത്രിക കുടുങ്ങിയ സംഭവം, പഞ്ഞി കുടുങ്ങിയ സംഭവം, ഇങ്ങനെ ഇത്തരത്തിൽ അനവധി കേസുകളാണ് ഓരോ ദിവസവും ഈ ആശുപത്രികളിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പ്രധാനമായും ഗവൺമെന്റ് ആശുപത്രിയിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കേരളം നമ്പർ 1 എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് വലിയ നാണക്കേട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തീർച്ചയായും അർജുൻ, എന്തായാലും നമുക്കറിയാം കഴിഞ്ഞ ദിവസമൊക്കെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വേണുവിന്റെ മരണത്തിൽ CHC മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരെ ഗുരുതരമായ വീഴ്ചകൾ, അവർക്ക് സംഭവിച്ച വീഴ്ചകൾ അക്കമിട്ട് നിർത്തുന്നതായിരുന്നു അന്വേഷണ റിപ്പോർട്ട്. ഇത്തരത്തിൽ പല റിപ്പോർട്ടുകളും ദിനംപ്രതി വരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ കൃത്യമായൊരു നടപടി പിന്നീട് ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഒരു ശ്രമം പോലും നമ്മുടെ ആരോഗ്യ കേരളത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല, നമ്മുടെ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് വളരെ ഖേദകരം. എന്തായാലും നമുക്ക് കൂടുതൽ